ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലവ്. എന്താണ് റിയൽ ലവ്? റിയൽ ലവിനെ ബേസ് ചെയ്തിട്ട് സൈക്കോളജിയിൽ ഒരു തിയറി സ്റ്റേൺബർഗ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ട്രയാങ്കുലർ മോഡൽ ഓഫ് ലവ് അല്ലെങ്കിൽ സ്റ്റേൺബർഗ് തിയറി ഓഫ് ലവ് എന്നുള്ളതാണ് അതിനെ പറയുന്നത്. ഇതിൽ സ്റ്റേൺബർഗ് 3 കോമ്പണൻസ് ഓഫ് ലവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇൻറ്റിമസി, സെക്കൻഡ് വൺ പാഷൻ ആൻഡ് തേർഡ് വൺ ഇസ് കമ്മിറ്റ്മെന്റ്. ഇൻറ്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടിയും ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവരോട് തോന്നുന്ന ഒരു ക്ലോസ്നെസ് ആൻഡ് അവരോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാം, എന്ത് പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യും, ആ ഒരു രീതിയിലുള്ള തോന്നലാണ്. സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് പാഷൻ. കുറച്ചും കൂടിയും അവരോട് ഒരു ഇൻഫ്ലാക്ച്വേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എക്സൈറ്റ്മെന്റ് സ്റ്റേജ്, അറൗസൽ സ്റ്റേജ് എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു ടൈമാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടി സെക്ഷൽ അട്രാക്ഷൻ ഒക്കെ വരുന്നത് ആ ഒരു സ്റ്റേജിലാണ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് കമ്മിറ്റ്മെന്റ്. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ലാസ്റ്റിക് ആവണം എന്നുണ്ടെങ്കിൽ അതെന്താവണം, അവിടെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട്, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് മുഴുവൻ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, കമ്മിറ്റ്മെന്റ് വേണം. ഇങ്ങനെ 3 കോമ്പണൻസ് ഓഫ് ലവ് ആണ് നമ്മുടെ സ്റ്റേൺബർഗ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 കോമ്പണൻസിന്റെയും ബേസിസിൽ അദ്ദേഹം ഒരുപാട് പലതരത്തിലുള്ള റിലേഷൻഷിപ്പും സ്നേഹബന്ധങ്ങളും അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളെയും പറയുകയുണ്ടായി. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.